എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ദേവീ ഭാഗവതത്തിൽ നിന്ന് മധു കൈടഭന്മാരുടെ ഒരു കഥയാണ്. ഋഷിയും സൂതനും തമ്മിലുള്ള സംഭാഷണ മധ്യയാണ് കഥ പോകുന്നത്. ഋഷിമാർ പറയുകയാണ്, പണ്ട് 5000 വത്സരം മധു കൈടഭന്മാരുടെ യുദ്ധം ചെയ്തുവെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അതു കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സമുദ്രം മാത്രമായിരുന്ന കാലത്ത് ദുഷ്ടരായ മധു കൈടഭന്മാർ ഉണ്ടായി വന്നതും അവരെ നളിനാക്ഷൻ എങ്ങനെ വധിച്ചു എന്നതും അങ്ങ് ചൊല്ലുക. അതിഭാഗ്യം കൊണ്ടാണല്ലോ നിന്റെ പുണ്യസന്നിധാനം ഞങ്ങൾക്ക് കൈവന്നത്. സജ്ജന സംഗമം അമൃതത്തോടൊക്കും അജ്ഞസംഗമം വിഷമത്തിലും അധമമാണല്ലോ. പണ്ട് 3 ലോകങ്ങളും അലയാഴിയിൽ വിലയം പ്രാപിച്ചിരുന്നപ്പോൾ വിഷ്ണുദേവൻ പതിവ് പോലെ സർപ്പേന്ദ്രമെത്തയിൽ പള്ളിക്കുറിപ്പ് കൊള്ളുകയായിരുന്നു. പല കാലം അങ്ങനെ കടന്നു പോയപ്പോൾ വൈകുണ്ഠനാഥൻ്റെ കർണമലത്തിൽ നിന്ന് മധു കൈടഭന്മാർ പിറന്നു. അവർ സമുദ്രത്തിൽ വളർന്നു വന്നു. കടലിൽ കളിച്ചു നടക്കുന്ന അവർ ഒരിക്കൽ തമ്മിൽ ഇങ്ങനെ ഓതി: ആധാരമില്ലാതെ ആധേയം എവിടെയാണ്? കാരണം കൂടാതെ കാര്യമില്ലല്ലോ. നെടുകെ പരന്നു നിവർന്നു കിടക്കുന്ന ഈ കടൽ ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഇതിൻ്റെ ആധാരം എന്താണെന്ന് നമുക്കറിവില്ല. നാം 2 പേർ ഇങ്ങനെ ജന്മമെടുത്തത് ഏതൊരു കാരണത്തിൽ നിന്നായിരിക്കും? അതുമല്ല, താഴത്തു വീണു പോകാതെ ഈ മട്ടിൽ നിൽക്കുന്നതും എന്തുകൊണ്ടാണ്? നമ്മുടെ ജനിതാക്കൾ ആരെന്നും അറിയില്ല. ഉടനെ കൈടഭൻ പറഞ്ഞു, ഹേ മധോ, നമ്മൾ ഈ കടലിൽ ഇങ്ങനെ കഴിയുന്നതിൻ്റെ കാരണം ശക്തി തന്നെ. ഈ ജലപ്പരപ്പ് ശക്തിയാൽ പരിപൂർണമാണ്. ഏതിനും ശക്തിയാണ് ആധാരം. അതിൽ നിന്ന് നമ്മളും ഉത്ഭവിച്ചു. ഇങ്ങനെ ചൊല്ലി നിർത്തിയപ്പോൾ വിണ്ടലത്തിൽ നിന്ന് വാഗ്ബീജ മന്ത്രത്തിൻ്റെ ശ്രുതി കേൾക്കുമാറായി. അതിദിവ്യമായ ആ മന്ത്രം ഗ്രഹിച്ചുകൊണ്ട് അവിഹിത ബുദ്ധികളായി അവർ ജപിക്കെ ആ മന്ത്രസ്വരൂപിണിയെ ആകാശവീഥിയിൽ ഒളിവീശി കാണാറായി. ആ അസുരന്മാർ 1000 വത്സരം ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കി സുഗുണസ്വരൂപനായ ആ മന്ത്രമൂർത്തിയെ ധ്യാനിച്ച് തപസ്സു ചെയ്തു. ആ തപം കൊണ്ട് ജഗന്മയിയും പരമാത്മാരൂപിണിയുമായ ശക്തിദേവി പ്രസന്നയായി. മധു കൈടഭന്മാരുടെ സവിധത്തിലെത്തി. എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. മരണം ഞങ്ങൾക്ക് ഇച്ഛക്കനുസരിച്ചേ വരാവൂ എന്ന് ദാനവന്മാർ ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങളെ വിണ്ണവർ പോലും ജയിക്കില്ല എന്ന വരം നൽകി ദേവി അപ്രത്യക്ഷയായി. വരം കിട്ടിയതോടെ അവർ ദുരമൂത്ത് ദുഷ്ടമനസ്കരായി വരശക്തി കൊണ്ട് മതിച്ചു. ജലജന്തുക്കളോടൊത്ത് സമുദ്രത്തിൽ കളിയാടി നടന്നു. കാലം കടന്നു പോകെ ഒരിക്കൽ ദുർമതികൾ വിശ്വസൃഷ്ടാവിനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു: പടവെട്ടാൻ പോരുക, അല്ലെങ്കിൽ ഈ പീഠം വിട്ട് മറ്റെവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളുക. ബലമില്ലെങ്കിൽ ഈ പീഠത്തിൽ പിന്നെന്തിനാണിരിക്കുന്നത്? വീരന്മാർക്ക് ഇണങ്ങുന്നതാണ് ഈ ആസനം. ഭയന്നവൻ ഇത് വിടുക തന്നെ വേണം. ഈ വാക്കുകൾ കേട്ട് പിതാമഹൻ കരണീയമെന്തെന്നറിഞ്ഞുകൂടാതെ വിഷമിച്ചു. സാമം, ദാനം തുടങ്ങിയ ഓരോ ഉപായങ്ങളെപ്പറ്റി ബ്രഹ്മാവ് ചിന്തിച്ചു തുടങ്ങി. ഈ അസുരന്മാർക്ക് എത്ര കണ്ട് ബലമുണ്ടെന്ന് എനിക്ക് ഒരറിവുമില്ല. ശത്രുബലത്തെക്കുറിച്ച് അറിയാതെയുള്ള യുദ്ധസന്നാഹം നിഷിദ്ധമെത്രേ. അങ്ങനെ ബ്രഹ്മാവ് ചക്രധാരിയായ ദീനപാലനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. കൂടാതെ പിതാമഹൻ ഖിന്നനായി നിദ്രാഭഗവതിയെയും പ്രകീർത്തിച്ചു. ദേവി മഹേശ്വരി മായാസ്വരൂപിണി, നീ വിശ്വകാരണമാണെന്ന് ഞാൻ അറിയുന്നു. മുപ്പാരിനും അധീശനായ മുകുന്ദൻ പോലും അവിടത്തേക്ക് അധീനനായി നിദ്ര കൊള്ളുന്നു. അല്ലയോ അമ്മേ, നിന്റെ മായാവിലാസങ്ങൾ നേരത്തെ അറിയുന്നവർ ഈ പാരിടത്തിൽ ആരുമില്ല. ദേവി നാൻമുഖൻ ഇങ്ങനെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ നിദ്രാസ്വരൂപയായ ആ ദേവി അലിവോടെ വിഷ്ണുവിൽ നിന്ന് മാറി നിന്നു. മുകുന്ദൻ്റെ ശരീരം ചെറ്റിച്ചലിച്ചു. ബ്രഹ്മാവിന് സന്തോഷമായി. നിദ്ര ഒഴിഞ്ഞു പോയപ്പോൾ ആഴിനേർ വർണ്ണൻ കൺകൾ തുറന്നു. മൂരി നിവർന്നെഴുന്നേറ്റ് ദുഃഖിതനായി വിരിഞ്ചനെ കണ്ട് ഇങ്ങനെ ചോദിച്ചു: ഇവിടെ വരാൻ എന്താണ് സംഗതി? പറയുക. ഭീതിയും ചിന്തയും അങ്ങയിൽ വർദ്ധിച്ചു കാണുന്നുവല്ലോ.
അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങയുടെ കർണമലത്തിൽ നിന്ന് പിറന്ന ഖലന്മാരായ മധുകൈടവന്മാർ എന്നെ വധിക്കുവാൻ വരുന്നത് മൂലം ഭയാന്തനായി ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചു. നരകനാശന പാഹിമാം പാഹിമാം. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഭീരുത കളയുക. വർദ്ധിച്ച മതം പൂണ്ട ദൈത്യന്മാരെ പോരിൽ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. അവരുടെ നാശം അടുത്തുപോയി. ഇപ്രകാരം മുരാന്തകൻ ചൊന്നപ്പോഴേക്കും ദൈത്യന്മാർ അബ്ജെന്ന സംഭവനെ തേടി അവിടെ വന്നെത്തി. എന്നിട്ട് രോഷത്തോടെ പറഞ്ഞു, നീ വേഗത്തിൽ ഇവിടെ നിന്ന് ഓടിക്കോളൂ. ഇവൻ്റെ അരികിൽ വന്നതുകൊണ്ട് എന്താണ് ഫലം? ശരി ശരി, ഇവൻ കാണിക്കെ നിന്നെ ഞാൻ കാലപുരിക്ക് അയക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അയച്ചേക്കാം. സർപ്പത്തിൽ ശയിക്കുന്ന ഇവൻ്റെ അറുതിയും ഉടനെ ഞങ്ങൾ തീർത്തു വരുന്നുണ്ട്. പോരിനുള്ള കഴിവില്ലെങ്കിൽ ഞങ്ങളുടെ വരുതിക്ക് വഴങ്ങുക. ജനാർദ്ദൻ ഉടനെ അവരോട് ചെന്നു, കൊടിയ പോരിൽ നിങ്ങളുടെ കൊഴുപ്പ് മൂർച്ഛിച്ച മതം ഞാൻ തുലയ്ക്കുന്നുണ്ട്. പരുഷമായ ഈ മൊഴികൾ കേട്ട് കോപിഷ്ഠനായ മധു പെട്ടെന്ന് ഹരിയോടടുത്തു. ഇരുവരും ഘോരമായ യുദ്ധം തുടങ്ങി. ക്ഷീണിതനായ മധു പതുക്കെ പിന്മാറി. പകരം കൈഠപൻ എതിർത്തു നിന്നു. അവനും ക്ഷീണിതനായി പിൻവാങ്ങിയപ്പോൾ മധു യുദ്ധത്തിനിറങ്ങി. ഇങ്ങനെ തുടരെ 5000 സംവത്സരം അവർ മാറി മാറി എതിർത്ത അങ്കമാടി. വിരിഞ്ചനും ആകാശവാസിനി ദേവിയും ദുഃഖിതരായി. 5000 വർഷമായപ്പോൾ ഹരി ചിന്തിച്ചു, ഇതുവരെ ദാനവന്മാർ മൃതിക്ക് വിധേയരാകാത്തത് കാരണമെന്തായിരിക്കും? 5000 കൊല്ലമായി തുടരെ ഞാൻ പട നടത്തുന്നു. അവർക്ക് അല്പവും ഇടിവു തട്ടിയിട്ടില്ല. എൻ്റെ ശേഷി കുറഞ്ഞുപോയി. ഇതിന് ഹേതു എന്താകും? ഈ മനോഗതി അറിഞ്ഞിട്ട് ദാനവന്മാർ ഇടിവെട്ടുന്ന ഒച്ചയിൽ പറഞ്ഞു, മാധവ, എതിർക്കുവാൻ ആവില്ലെങ്കിൽ കൈകൾ കൂപ്പി ഞാൻ നിങ്ങളുടെ അടിമയാണ് എന്ന് സമ്മതിച്ചു വയ്ക്കണം. അതും ഒരുക്കമല്ലെങ്കിൽ പോരിന് ഇനിയും മുതിരുക. ഇതിനുത്തരം ജനാർദ്ദനൻ ഉടനെ മധുരമായി മൊഴിഞ്ഞു. അവശൻ, ആയുധഹീനൻ, ഭയന്നവൻ, ഇവരിൽ അസ്ത്രപ്രയോഗം അധർമ്മമാണ്. 5000 ആണ്ട് നിങ്ങളോട് ഞാൻ ഏകനായി അവിശ്രമം അടരാടി. തളരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ രണ്ടാൾക്കും ഇളവെടുക്കാൻ അവസരമുണ്ട്. ഞാനും അല്പം വിശ്രമിക്കട്ടെ. അതിനുശേഷം അങ്കമാടാം. അതുവരെ നിങ്ങൾ അടങ്ങി നിൽക്കണം. ആ മൊഴി നേരെന്ന് കരുതി ദാനവന്മാർ അകലെ മാറി നിന്നു. പിന്നെയും ഹരി ചിന്തിച്ചു, ഇവർ ചാവാതിരിക്കാൻ കാരണമെന്താണ്? ശരി ശരി, ദേവി ഇവർക്ക് മുമ്പ് സ്വേച്ഛാവരം നൽകിയിട്ടുണ്ടല്ലോ. ഈ സത്യമറിയാതെ ഞാൻ വൃഥാ യുദ്ധം ചെയ്തു. വരബലത്താൽ സ്വയം കൊതിച്ചാലേ ഇവർക്ക് മരണം വരൂ. ആർത്തി കനത്താൽ പോലും ആരാണ് മരിക്കുവാൻ കൊതിക്കുന്നത്? ദേവിയുടെ വരമുള്ളപ്പോൾ ഇവരെ പൊരുതി ജയിക്കുവാനും ആവില്ല. ദേവിയെ ശരണം പ്രാപിക്കുകയേ ഉപായമുള്ളൂ. ഇങ്ങനെ ചിന്തിച്ച് ഇന്ദിരാവല്ലഭൻ സ്തുതികൾ കൊണ്ട് ദേവിയെ പുകഴ്ത്താൻ തുടങ്ങി. അഴലോടെ ഹരി ചെയ്ത പ്രാർത്ഥന കേട്ട് ലോകേശ്വരി ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഹരേ, വീണ്ടും ചെന്ന് അവരോട് പൊരുതുക. മോഹനമായ കടാക്ഷം കൊണ്ട് ഞാനവരെ മയക്കുന്നുണ്ട്. അങ്ങനെ മോഹനിബദ്ധമായ മധുകൈടപന്മാരെ പോരിൽ നീ ജയിക്കുക. ദേവിയുടെ അരുളപ്പാട് കേട്ട് ഉന്മേഷത്തോടെ നാരായണൻ പൊരുതുവാൻ സന്നദ്ധനായത് കണ്ട് ദാനവന്മാർ വന്നെതിരിട്ടു. അവിടെ ഉഗ്രമായ അയോധനം നടന്നു. ദാനവന്മാരുടെ രണവൈദഗ്ധ്യം കണ്ട് രമാപതി ശക്തിദേവിയെ അവശതയോടെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദേവി വിക്രമികളായ ദൈത്യരെ സമർത്ഥമായി കടാക്ഷിച്ചു കൊണ്ടുനിന്നു. അഴകി രൂപമെടുത്ത മഹേശ്വരി മിഴികളിൽ സുധ വർഷിച്ചു നിൽക്കെ മധുവും കൈഠപനും അങ്കജാർത്തിക്ക് വിധേയരായിത്തീർന്നു. ഈശ്വരിയുടെ വിലാസങ്ങൾ കണ്ട് ശത്രുക്കൾ മോഹിച്ചു പോയെന്നറിഞ്ഞപ്പോൾ ശ്രീപതി അവരോട് അരുളിച്ചൊല്ലി, ദൈത്യവീരന്മാരെ, മനം തെളിഞ്ഞ് വേണ്ടും വരങ്ങൾ വരിച്ചുകൊള്ളുക. നിങ്ങളുടെ യുദ്ധചാതുരി കണ്ട് ഞാൻ തൃപ്തനായി. പല ദാനവന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെല്ലാം യുദ്ധത്തിൽ നിങ്ങളോട് സമന്മാരല്ല. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം മതിയാവോളം ഞാൻ തരാം. മോഹിതരായ ദൈത്യന്മാർ പറഞ്ഞു, നീ എന്താണ് തരാൻ പോകുന്നത്? ഞങ്ങൾ തെണ്ടികളല്ല. നിനക്ക് വേണ്ട വരം ഞങ്ങൾ തരാം. നിന്റെ പരാക്രമ പാടവം കണ്ട് ഞങ്ങൾ സന്തുഷ്ടരായി. മടി കൂടാതെ ചോദിക്കുകയേ വേണ്ടൂ. താമസമില്ല. മാധവൻ മറുമൊഴി ഓതി, നിങ്ങൾ ഇപ്പോൾ തൃപ്തരാണെങ്കിൽ വധത്തിന് അധീനരായി വരണം. ആ വരമേ എനിക്ക് വേണ്ടൂ.
ഇതു കേൾക്കെ ചതി പറ്റിയതോർത്ത് ദാനവന്മാർ മരവിച്ചുപോയി. വിശ്വമെല്ലാം ജലമയമാണ്, ഒരിടത്തും സ്ഥലമില്ല. അത് മനസ്സിലാക്കി അവർ പറഞ്ഞു, ഞങ്ങളെ കൊല്ലേണ്ടത് ജലമില്ലാത്തിടത്ത് വെച്ചാകണം. ഉടനെ ദൈത്യാന്തകൻ തുടകൾ രണ്ടും ചേർത്ത് വെച്ച് സ്ഥലമുണ്ടാക്കി കൊടുത്തു ചൊല്ലി, ഇവിടെ അല്പവും ജലമില്ല, നിങ്ങളുടെ തല ഇവിടെ വയ്ക്കുക. ഈ ഉപായം കണ്ട് ദാനവന്മാർ അവരുടെ ദേഹം 1000 യോജന വലുതാക്കിക്കൊണ്ടു നിന്നു. മുരാരി തൻ്റെ ജഘനം അതിലിരട്ടി വിശാലമാക്കി. അസുരന്മാർ വിസ്മയം പൂണ്ടു. ശിരസുകൾ അവിടെ വെച്ചു. കഞ്ചനാഭൻ മധുകൈടവന്മാരുടെ തലകൾ തൃച്ചക്രമെടുത്ത് അറുത്ത് മഹാജലധിയിലിട്ടു. ആ ദാനവന്മാരുടെ മേധസ് കടലിലെങ്ങും പരന്ന് ഭൂമിയായി തീർന്നു. പിന്നെ അതിൻ്റെ നാമം മേദിനി എന്നായി മാറി. ഭക്ഷണത്തിന് മണ്ണ് പാടില്ലെന്ന് പറയുവാൻ ഇതാണ് കാരണം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.